ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് +2 മാത്സിലെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. അപ്പോൾ അതിന് നമ്മൾ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കണം, പിന്നെ മൈനർ കണ്ടുപിടിക്കണം, കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ ചെയ്തിട്ടുള്ള ആൻസറാണ് അഡ്ജോയിൻ്റ് എ. എന്നിട്ട് നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു എസ് എ ഉണ്ടാവും. അതിൽ നമ്മൾ സാധാരണ 3 മാർക്കാണ് വരുന്നത്. പിന്നെ നമുക്കറിയാം ടൈം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എ ഇൻവേഴ്സ് അഡ്ജോയിൻറ്റിൻ്റെ ഈസി മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് എന്നൊക്കെ പറയുന്ന ഈസി മെത്തേഡിൽ എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് ഒരു മെട്രിക്സ് നമ്മൾ എടുത്ത് വയ്ക്കുകയാണ്. മെട്രിക്സ് എ എന്ന് പറയുന്നത് 1 -1 1 2 1 -3 1 1 1. എ ഇൻവേഴ്സിൻ്റെ ഫോർമുല 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ്. ആദ്യം തന്നെ നമ്മൾ ഡിറ്റർമിനൻ്റ് കാണാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് എലമെൻ്റുള്ള റോയും കോളും കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 4 നമ്പേഴ്സ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനൻ്റ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ 1, ഈ റോയും കോളും കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഡിറ്റർമിനൻ്റ് 2/2 മെട്രിക്സായി കിട്ടും. അതുമാതിരി മൈനസ് ഇടുക, അതിനുശേഷം -1ൻ്റെ, അതിനുശേഷം പ്ലസ് ഇട്ടിട്ട് ഈ തേർഡ് എലമെൻറ്റ് എഴുതി ആ തേർഡ് എലമെൻ്റുള്ള റോയും കോളും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡിറ്റർമിനൻ്റ് കണ്ടതിന് ശേഷം നമ്മൾ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം. അതിനായി നമ്മളൊരു എളുപ്പ വഴിയാണ് ചെയ്യാൻ പോകുന്നത്. ഈ നമ്മുടെ ഈ മെട്രിക്സ് കോളത്തിനെ 4 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് എഴുതാം. ഇങ്ങനെ ഇതൊരു മെട്രിക്സ് ആണ്. നോക്കിയാൽ 1 -1 1, അതുമാതിരി 2 1 -3, ലാസ്റ്റ് റോ 1 1 1. എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുക. 1 -1 1 2 1 -3 1 1 1. വീണ്ടും ഇവിടെ ഒരു വട്ടം കൂടി 1 -1 1 2 1 -3 1 1 1. എഗെയിൻ ഫോർത്ത് ടൈം 1 -1 1 2 1 -3 1 1 1. അപ്പോൾ ഒരു ഈ മെട്രിക്സിനെ നമ്മൾ 4 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ നമ്പേഴ്സ് അല്ലെങ്കിൽ ഔട്ടർ റോ മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള നമ്പേഴ്സിനെ സാധാരണ 2/2 മെട്രിക്സ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന മാതിരി ക്രോസ് ചെയ്യുക. 1 × 1 1 -1 × -3. എഗെയിൻ അടുത്ത ഈ എലമെൻറ്റ് കിട്ടാൻ വേണ്ടി -3 × 1 -1 × 2. ഇനി എഗെയിൻ 2 × 1 -1 × 1. എഗെയിൻ ഈ നമ്പേഴ്സിനെ നമ്മളിപ്പോൾ കട്ട് ചെയ്യാനെടുത്ത രണ്ടാമത്തെ റോയിനെ വീണ്ടും ഫസ്റ്റ് റോ ആക്കി മാറ്റി തൊട്ട് താഴെ കിടക്കുന്ന റോവുമായിട്ട് വീണ്ടും ചെയ്യുക. 1 × 1 1 -1 × 1 -1. എഗെയിൻ 1 × 1 1 1 × -1. എഗെയിൻ 1 × -1 -1 × 1. എഗെയിൻ ലാസ്റ്റ് വീണ്ടും അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഒരു റോ ഉണ്ടാവും. 1 × -3 -1 1 × 2 -3 1 × 1 -2. അങ്ങനെ ക്രോസ് ചെയ്തിട്ട് കിട്ടിയ നമ്പേഴ്സാണ് ഇത്. ഇത് മൈനസ് പ്ലസ് ചെയ്യാനുള്ളത് പ്ലസ്സൊക്കെ ചെയ്തിട്ട് നമുക്കൊരു മെട്രിക്സ് കിട്ടും. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണാം. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? റോ ആയി കിടക്കുന്നതിനെ കോളാക്കി എഴുതുക. റോനെ കോളാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോസ് ആയി. അപ്പോൾ ഈ ട്രാൻസ്പോസാണ് അഡ്ജോയിൻ്റ്. അപ്പോൾ ഇങ്ങനെ ഈസി മെത്തേഡിൽ നമുക്ക് മൈനറും കോഫാക്ടറും ഒന്നും ചെയ്യാണ്ട് നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതിൻ്റെ ട്രാൻസ്പോസാണ് അഡ്ജോയിൻ്റ്. അഡ്ജോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ മാതിരി തന്നെ ഡിറ്റർമിനൻ്റ് 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ്. ഡിറ്റർമിനൻ്റ് 10 ആണ്. അപ്പോൾ അതിനെ 1 ബൈ 10 എന്ന് എഴുതാം. പിന്നെ കിട്ടിയ അഡ്ജോയിൻ്റ് സൈഡിൽ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ മെത്തേഡിൽ ഡിറ്റർമിനൻറ്റിൻ്റെ കണക്കിലെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് കേട്ടോ.